സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിലെ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഈ നമ്മുടെ യുദ്ധതന്ത്രങ്ങളിൽ ഇലക്ട്രോണിക് യുദ്ധതന്ത്രമായിട്ടുള്ള ഈ ഡ്രോണിനെ പിന്നെ ജാമിങ് ചെയ്യുന്ന ഒരു തന്ത്രമുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ ജാമിങ്, നമ്മൾ അയക്കുന്ന ഡ്രോണുകള് ജാമിങ്ങിന് വിധേയമാക്കാത്ത രീതിയിൽ കൂട്ടത്തോടെ ഒരു കൂട്ടം ഡ്രോണുകൾ അയക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതി ഇന്ത്യ വികസിപ്പിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. അതായത് ആന്റി ജാമിങ് ഡ്രോൺ, ഈ ജാമിങ്ങിന് വിധേയമാക്കാത്ത ഡ്രോണുകൾ നമ്മൾ വികസിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നു, കൂട്ടത്തോടെയുള്ള. സർ, എത്ര നാൾ കൊണ്ട് ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ ഇന്ത്യയുടെ ഭാഗമാകും? എന്താണ് ഈ ജാമിങ്? ഇതിന് വിധേയമാകാത്ത ആ രീതിയെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? അയ്യപ്പദാസ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ ഒരു പ്രത്യേകതരം സ്വാം ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തോടെ പോയി ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തെ തകർക്കുന്ന ഡ്രോണുകൾക്കാണ് ഈ സ്വാം ഡ്രോണുകൾ. സ്വാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു കൂട്ടം എന്നുള്ളതേ ഉള്ളൂ, ഒരു തേനീച്ചയുടെ കൂട്ടം പോലെ വരുന്ന ഡ്രോണുകൾ. ഇത്തരം ഡ്രോണുകൾക്കെതിരെ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തന്ത്രം ഇലക്ട്രോണിക് വാർഫെയർ ആണ്. ആ ഇലക്ട്രോണിക്സ് വാർഫെയറിന്റെ ഭാഗമായിട്ട് ജാമിങ്, സ്പൂഫിങ് തുടങ്ങിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണ് ഈ ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്ന് പറയുന്ന സൂയിസൈഡ് ഡ്രോണുകളെയും അതുപോലെ തന്നെ സ്വാം ഡ്രോണുകളെയും ഒക്കെ നശിപ്പിക്കുന്നു. അങ്ങനെ ജാമിങ്ങിന് കൊണ്ട് തകർക്കപ്പെടാൻ പറ്റാത്ത ആന്റി ജാമിങ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു സ്വാം ഡ്രോൺ സിസ്റ്റം നിർമ്മിക്കാൻ സ്വകാര്യ മേഖലയുടെ സഹായത്തോടുകൂടി ഇപ്പോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇതിന് പേരിട്ടിരിക്കുന്നത് ക്ലോസ് ഫോർമേഷൻ മൾട്ടിപ്പിൾ ഡ്രോൺസ് എന്നാണ്. അതായത് ഇതിന്റെ ഒരു ആശയം, ഒരു ഘടന ഞാൻ പറയാം. നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ മൊത്തം 50 ഡ്രോണുകളുടെ ഒരു കൂട്ടമാണ് ആക്രമണം നടത്തുന്നത്. ഈ 50 ഡ്രോണുകളിൽ ഒരെണ്ണം ഒരു മാസ്റ്റർ ഡ്രോണാണ്. അതായത് ആ മാസ്റ്റർ ഡ്രോൺ ആയിരിക്കും മറ്റു ഡ്രോണുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുമായിട്ട് ചേർന്നിട്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഈ മാസ്റ്റർ ഡ്രോണിന് നമ്മുടെ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും നിർദ്ദേശം പോകും. അപ്പോൾ മാസ്റ്റർ ഡ്രോൺ മാത്രമാണ് കൺട്രോൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ബാക്കി 50 ഡ്രോണുകൾ ഉള്ളതിൽ ബാക്കി 49 എണ്ണവും മാസ്റ്റർ ഡ്രോണിന്റെ കമാൻഡുകൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോ ഒരു സംശയം സ്വാഭാവികമായിട്ട് ചോദിക്കാം, മാസ്റ്റർ ഡ്രോണിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെയെങ്കിൽ ഈ 49-ൽ മറ്റൊരെണ്ണം മാസ്റ്റർ ഡ്രോൺ ആയിട്ട് സ്വയം മാറും. അങ്ങനെയാണ് ഇതിന്റെ ആൽഗരിതം പ്രവർത്തിക്കുന്നത്. അപ്പോ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇത് ആന്റി ജാമിങ്, ആന്റി ഇലക്ട്രോണിക് വാർഫെയർ ടെക്നോളജി എക്യുപ്ഡ് ആണ് ഈ ഡ്രോണുകൾ. എന്താണ് ഈ ജാമിങ് എന്ന് പറയുന്നത്? ഈ ഡ്രോണുകളും അതുപോലുള്ള പിന്നെ ആളില്ല കപ്പലുകൾ, ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, കരയുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺട്രോൾ റൂമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ. ആ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്, അതിലുള്ള ഒരു പ്രത്യേക വേവ് ലെങ്തിലുള്ള റേഡിയോ തരംഗങ്ങളായിരിക്കും. അതുവഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അത് ഇന്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജാമിങ്. അത് പിന്നെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് വിടുന്നതാണ് സ്പൂഫിങ്. അതായത് വേറൊരെണ്ണം കണ്ടിട്ട് അതാണോ ഇത് എന്ന്, എന്താ മലയാളത്തില് ഈ ഉപമയുടെ ഒരു ഇതുണ്ട്, മറ്റൊന്നിന്റെ ഉപയോഗത്താൽ അത് താനല്ലയോ എന്ന് പറഞ്ഞത്തിൽ ആശങ്ക. ഉപമയല്ല, ഉൽപ്രേക്ഷ അലങ്കൃതി എന്നൊരു ഒരു നിർവചനമുണ്ട്. അപ്പൊ അതുപോലെ ഇത് ഈ ലക്ഷ്യസ്ഥാനത്തെ മാറിയിട്ട് വേറൊരു ലക്ഷ്യസ്ഥാനമായിട്ട് ഭ്രമിച്ചു പോകുമ്പോഴാണ് അത് സ്പൂഫിങ് അറ്റാക്കുകൾ നടത്തുന്നത്. ഇതൊക്കെ തന്നെ ഈ സമാന ഫ്രീക്വൻസി, ഇപ്പൊ ഏത് ഫ്രീക്വൻസിയിലാണോ ഈ ഡ്രോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന് സമാനമായ, അതിലും ശക്തിയുള്ള തരംഗങ്ങൾ പുറപ്പെടുവിച്ചിട്ട് മൊത്തത്തിൽ ഇതിന്റെ റിസീവറുകളെ, അതായത് ഡ്രോണിന്റെ ഈ റേഡിയോ റിസീവറുകളെ ആ കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കും. അതോടുകൂടി അത് കുറച്ച് കഴിയുമ്പോൾ നിശ്ചലമാകും, അത് താർന്നു വീഴും. അപ്പൊ അങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ
സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ജാമിങ്ങും സ്പൂഫിങ്ങും ഒക്കെ. ഇപ്പൊ ആധുനിക രീതിയിലാണെങ്കിൽ അത് കുറച്ചുകൂടെ വികസിച്ചു. ആന്റി ജാമിങ് സംവിധാനമുള്ള ഈ ഡ്രോണുകൾക്ക് ഒരു കാരണവശാലും ഇതിനെ അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്ന ചിലത് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സാങ്കേതികതയാണ്, ഞാൻ അതിലേക്ക് ഒരുപാടൊന്നും പോകുന്നില്ല. ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇപ്പോ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ അതേ ഫ്രീക്വൻസിയിലാവണമെന്നില്ല, ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ജാം ചെയ്യാൻ വരുന്ന, ഇലക്ട്രോണിക് യുദ്ധം നടത്താൻ വരുന്ന എതിർകക്ഷിക്ക് ഇതിനെ തടയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ആദ്യത്തെ ഫ്രീക്വൻസി ഒരു വെച്ചിട്ടായിരിക്കും അവര് സമാന ഫ്രീക്വൻസിയിലുള്ള വേവ് ലെങ്ത് അയക്കുന്നത്. അപ്പൊ ഇത് വേറൊരു ഫ്രീക്വൻസിയിലോട്ട് മാറും കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹോപ്പിംഗ് എന്ന് പറയും. ഹോപ്പിംഗ് എന്ന് വെച്ചാൽ ചാടി ചാടി പൊക്കോണ്ടിരിക്കും. അപ്പോ അത്തരം ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ്. അപ്പൊ ഇത്തരം ഡ്രോണുകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അതാണ് ഇനി വരുന്ന യുദ്ധങ്ങൾക്ക് ആവശ്യം എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇന്ത്യ ഇപ്പോൾ അടിയന്തരമായിട്ട് ഇത്തരം ഒരു പ്രോജക്റ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഉൽപാദന കേന്ദ്രങ്ങളിൽ, ഫാക്ടറികൾ മാത്രം നടന്ന DRDOയുടെ ഫാക്ടറികൾ മാത്രമാണെങ്കിൽ ഇതൊന്നും അത്ര അധികം ഉണ്ടാക്കാൻ പറ്റില്ല, പരിമിതിയുണ്ട്. അപ്പൊ അതിനാണ് സ്വകാര്യ മേഖലയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ സ്വകാര്യ കമ്പനികളിൽ ഒരേ സമയം ഉൽപാദനം നടത്തുകയും 100 കണക്കിന് അല്ലെ 1000 കണക്കിന് ഇത്തരം ഡ്രോണുകൾ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശത്രുക്കളെ എതിരെ പ്രയോഗിക്കാനുള്ള ഒരു ശേഖരം, ഇത്തരം ഡ്രോണുകളുടെ ഒരു ശേഖരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന്റെ ഒരു പിന്നിലുള്ള അതിന്റെ ഒരു ആശയം. ഈ ഡ്രോണുകളുടെ ഒരു പ്രത്യേകത, ഇത് ഈ കൂട്ടമായിട്ട് പറക്കുമ്പോൾ ഓരോ ഡ്രോണും അതിന്റെ കൂട്ടത്തിലുള്ള മറ്റൊരു ഡ്രോണിൽ നിന്നും 50 സെന്റിമീറ്റർ അകലം പാലിക്കും. അതുപോലെ തന്നെ ഇത് പറക്കുന്ന ഏതൊരു വസ്തു ഒന്ന് ചരിയുകയോ ഒന്ന് മറിയുകയോ അല്ലെ ഒന്ന് സാധനം വിട്ട് പൊസിഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ മാറും. പരമാവധി അത്തരം മാറ്റം 5 സെന്റിമീറ്ററിനുള്ളിലായിരിക്കും. അല്ലെങ്കിൽ തൊട്ടടുത്ത ഡ്രോണും ഇത് തമ്മിൽ കൂട്ടിയിടിക്കും. ഒരെണ്ണം മറ്റൊരെണ്ണമായിട്ട് കൂട്ടിയിടിച്ചാൽ മൊത്തം നശിച്ചു. അപ്പോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, അതായത് 50 ഡ്രോണുകളുടെ ഒരു കൂട്ടം ഇങ്ങനെ വരികയാണ്. ഒരു കപ്പലിന് നേരെയാവാം, ഒരു ബിൽഡിങ്ങിന് നേരെയാവാം. അതിൽ ഒരെണ്ണം മാസ്റ്റർ ഡ്രോൺ. ഓരോ ഡ്രോണും തമ്മിലുള്ള ദൂരം 50 സെന്റിമീറ്റർ ആയിട്ട് നിജപ്പെടുത്തിയിരിക്കും. സ്വന്തം പൊസിഷൻ എപ്പോഴും. ഇതൊക്കെ പാലിച്ചുകൊണ്ട് വരുന്ന ഈ ഡ്രോണുകളിൽ ഓരോന്നും വഹിക്കുന്നത് 2 കിലോഗ്രാം സ്ഫോടക വസ്തുവാണ്. അങ്ങനെ 50 ഡ്രോൺ വരുമ്പോൾ 100 കിലോഗ്രാം സ്ഫോടക വസ്തു മൊത്തത്തിൽ ഇത് വഹിക്കുന്നുണ്ടാവും. അങ്ങനെ 100 കിലോഗ്രാം സ്ഫോടക വസ്തു എന്നത് ചെറിയ സ്ഫോടക ശേഷിയല്ല, അത് നിർണായകമായ ഒരു സ്ഫോടക ശേഷിയാണ്. അപ്പൊ അത്രയും വലിയ സ്ഫോടക ശേഷിയുമായിട്ട് വരുന്ന ഈ ഡ്രോണുകൾ കൃത്യമായിട്ട് വന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു, അത് ലക്ഷ്യസ്ഥാനത്തെ തകർക്കുന്നു. ഇതിന് സാധാരണ നമ്മുടെ ഇപ്പൊ ഇത് ചെറിയ ഡ്രോണാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പലർക്കും സംശയം തോന്നും, ഇപ്പൊ അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോൾ വലിയൊരു കാറ്റടിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചിന്നിച്ചെതറി പോത്തില്ലേ? ഇതിനത്ര വലിയ വെയിറ്റ് ഇല്ലല്ലോ. അതിന് മറുപടിയുണ്ട്. അതായത് ഈ ഒരു മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയുള്ള കാറ്റടിച്ചാൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ഡ്രോണുകൾ. അപ്പോൾ പോലും ഇതിന്റെ ബാലൻസ് അപ്സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉറപ്പുവരുത്തുന്ന ഡ്രോണുകളാണ് ഈ സ്വാമിങ് നടത്തുന്നത്. ഇത് സാധാരണ സമതലത്തിൽ നിന്ന് മാത്രമല്ല, പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പോലും വിക്ഷേപിക്കുക. പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് വിക്ഷേപിക്കുക എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത? അത് ചോദിക്കാം. തീർച്ചയായിട്ടും അതിന് പ്രത്യേകതയുണ്ട്. കാരണം അവിടെ വായുവിന്റെ സാന്ദ്രത വളരെ കുറവായിരിക്കും, വായു കുറവായിരിക്കും, ഓക്സിജൻ ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഹിമാലയത്തിലോട്ടൊക്കെ കയറുന്നവർ പുറയിൽ ഓക്സിജൻ സിലിണ്ടറും മുഖത്ത് മാസ്കും ഒക്കെ ധരിക്കുന്നത്. കാരണം ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തുകൂടി ഒരു ഡ്രോൺ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ വ്യത്യാസമായിരിക്കും. അത് അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഡ്രോണിന് അങ്ങനല്ല. 5000 മീറ്റർ ഉയരത്തിൽ നിന്നും വരെ, അതായത് ഒരു 17,000 അടി ഉയരത്തിൽ നിന്നാണെങ്കിൽ പോലും സുഖമായിട്ടത് ടേക്ക് ഓഫ് ചെയ്യും. അങ്ങനെയുള്ള ഡ്രോണുകളാണ്. അതായത് പ്രഷർ വേരിയേഷൻ ഒന്നും തന്നെ, അന്തരീക്ഷത്തിലെ മർദ്ദത്തിന്റെ വ്യത്യാസം ഒന്നും തന്നെ ഈ ഡ്രോണുകൾക്ക് അതിന്റെ കാര്യക്ഷമത മാറ്റില്ല.
30 മിനിറ്റ് കണ്ടിന്യൂസ് ഫ്ലൈ ചെയ്യാനുള്ള ചാർജ് ഇതിലുണ്ടാവും. വളരെ വേഗത്തിൽ 15 മിനിറ്റ് കൊണ്ട്, ഇപ്പൊ ചാർജ് തീർന്നാലും ഇത് 15 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദാംശം എന്നോട് ചോദിച്ചല്ലോ, ഇത് എത്ര കൊല്ലത്തിനുള്ളിൽ ഈ ഒരു പദ്ധതി പൂർത്തിയാകും, ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗം എത്ര നാളിനുള്ളിലാകും എന്നുള്ള ചോദ്യത്തിന്, ഇത് 2 കൊല്ലത്തിനുള്ളിൽ, അതായത് ഇപ്പോ 2026, 2028 പകുതിയോടുകൂടി ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാവും. അതായത് ഇത് ഓപ്പറേഷനിലാകും എന്നർത്ഥം. അപ്പോ ഇത് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇതിന്റെ കാരണം എന്താണ്, ഇന്ത്യ പെട്ടെന്ന് ഇത്തരം ഒരു പദ്ധതിയിലേക്ക് പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ നേടിയെടുത്ത അറിവുകളാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത്തരം ഡ്രോണുകളൊക്കെ എത്രമാത്രം കാര്യക്ഷമതയോടെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോ ഇസ്രായേൽ നിർമ്മിതോ ഇന്ത്യൻ ഇപ്പൊ അദാനി ഡിഫൻസിന്റെ ഒക്കെ ഡ്രോണുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു മൂല്യം തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലാണ്. അപ്പൊ അത് ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഡ്രോണുകളിൽ കാമിക്കാസെ ഡ്രോണുകളായിരുന്നു ഇതുവരെ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിലും റഷ്യ അതുപോലെ യുക്രൈൻ യുദ്ധത്തിലും എല്ലാം തന്നെ ലോയിറ്ററിംഗ് മ്യൂണീഷൻ, കാമിക്കാസെ ഡ്രോൺ എന്നൊക്കെ പറയുന്ന ചാവേർ ഡ്രോണുകൾ, അതായത് ഒരു സ്ഥലത്തു നിന്ന് വിട്ടുകഴിഞ്ഞാൽ അത് സ്വയം പോയിട്ട് സ്ഫോടക വസ്തു വഹിച്ചുകൊണ്ട് സ്വയം ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി അവിടെ ഇടിച്ച് തകർന്ന് ലക്ഷ്യസ്ഥാനവും തകർക്കുന്ന ഡ്രോണുകൾ. അതാണ് ഇപ്പോൾ വരെയുള്ള ഒരു ഇന്നോവേഷൻ. പക്ഷേ വരുന്ന ഇനി ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ സ്വാം ഡ്രോണുകളായി ഈ പറയുന്ന കൂട്ടത്തോടെ വന്ന്, തേനീച്ചക്കൂട്ടത്തോടെ വന്ന്, കൂട്ടം പോലെ വന്ന് നമ്മളെ ആക്രമിച്ച് ലക്ഷ്യസ്ഥാനത്തെ പൂർണ്ണമായിട്ട് തകർത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി സ്വയം ടാർഗറ്റുകൾ തിരഞ്ഞെടുത്ത് എപ്പോ അവിടെ നാശനഷ്ടം വിതയ്ക്കണം, എത്ര ഡ്രോൺ അവിടെ ഇടിച്ചിറങ്ങണം എന്നൊക്കെയുള്ള കൃത്യമായ തീരുമാനം മാസ്റ്റർ ഡ്രോൺ എടുക്കും. 50 ഡ്രോൺ ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനം കാണുമ്പോൾ മാസ്റ്റർ ഡ്രോണിന് തോന്നുകയാണ് ഈ 50 എണ്ണം ഇവിടെ ഇടിക്കണ്ട, ഒരു 25 എണ്ണം കൊണ്ട് നമ്മുടെ കാര്യം സാധിക്കും എന്ന് കണ്ടാൽ അത് 25 എണ്ണമേ ആ ലക്ഷ്യസ്ഥാനത്തോട്ട് പോകുള്ളൂ. ബാക്കി ഉള്ള ഡ്രോണുകളും മാസ്റ്റർ ഡ്രോണുമായിട്ട് തിരിച്ചു വരും. അപ്പോ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ ചെലവ് വളരെ കുറയ്ക്കാനും ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കും. ആവശ്യമില്ലാത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും മാറുന്ന യുദ്ധത്തിന്റെ ഒരു പുതിയ മുഖം, അത് വേഗം ആരാണ് ഏറ്റവും വേഗത്തിൽ ആരാണ് ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ സ്വായത്തമാക്കുന്നത്, ആരാണ് ഇത് പൂർണ്ണമായിട്ടും ഈ സാങ്കേതിക വിദ്യ കീഴടക്കി അത് പ്രയോഗിക്കുന്നത്, അവർക്കായിരിക്കും ഇനി വരുന്ന യുദ്ധങ്ങളിൽ വിജയം. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ നമുക്ക് വീണ്ടും എത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.